ടൊവിനോ തോമസ് തൃഷ കൂട്ടുകെട്ടിലെത്തിയ ഐഡന്റിറ്റി എന്ന സിനിമയുടെ റിവ്യൂ ആണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. ഫോറൻസിക് എന്ന സിനിമയ്ക്ക് ശേഷം അഖിൽ പോളും അനസ്കാനും ചേർന്ന് സംവിധാനം ചെയ്യുന്ന സിനിമ എന്നത് തന്നെയാണ് ഐഡന്റിറ്റിയിലേക്ക് ആകർഷിച്ച പ്രധാന കാര്യം. ഇരയെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടുന്ന ഒരു ക്രിമിനലിന്റെ ഐഡന്റിറ്റി കണ്ടെത്താൻ ഒരു സ്കെച്ച് ആർട്ടിസ്റ്റും പോലീസും ഒരു ദൃക്സാക്ഷിയും ചേർന്ന് നടത്തുന്ന ശ്രമങ്ങളാണ് സിനിമയുടെ കഥാപശ്ചാത്തലം. ഹരൺ ശങ്കർ എന്ന സ്കെച്ച് ആർട്ടിസ്റ്റായി ടൊവിനോ എത്തുമ്പോൾ അലീഷ എന്ന ക്യാരക്ടറിൽ തൃഷയും അലൻ ജേക്കബ് എന്ന പോലീസ് ഓഫീസറുടെ വേഷത്തിൽ വിനയ് റായും സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. ഇവരെ കൂടാതെ അജു വർഗീസ്, അർച്ചന കവി, ഷെമ്മി തിലകൻ, റെബ മോണിക്ക തുടങ്ങിയവരും സിനിമയിൽ എത്തുന്നുണ്ട്. മലയാള സിനിമയ്ക്ക് അത്ര പരിചിതമല്ലാത്തൊരു കഥാപാത്രമായിട്ടാണ് ടൊവിനോ തോമസ് ചിത്രത്തിലെത്തുന്നത്. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ആ കഥാപാത്രത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കുന്നതിൽ ടൊവിനോ തോമസ് വിജയിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയണം. തനിക്ക് ശരിയല്ലെന്ന് തോന്നുന്ന കാര്യങ്ങളോട് പ്രതികരിക്കുമ്പോൾ, തന്റെ ശരികളെ മറ്റുള്ളവർ അംഗീകരിക്കാതിരിക്കുമ്പോൾ, അങ്ങനെ തുടങ്ങിയ ഓരോ ഘട്ടത്തിലും ആ നോട്ടം, ബോഡി ലാംഗ്വേജ്, അങ്ങനെ ആകെ മൊത്തത്തിൽ ടൊവിനോ എന്ന പെർഫോമൻസറെ കൂടെ സിനിമയിലുടനീളം കാണാനാവും. ടെക്നിക്കൽ സൈഡിൽ സിനിമയെ ഏറ്റവും അധികം ആസ്വാദകരമാക്കുന്നത് സംവിധാന മികവ് തന്നെയാണ്. നോർമലി ഡയറക്ട് ചെയ്യാവുന്ന ഒരു കഥയെ കുറച്ചുകൂടി വലിയ ക്യാൻവാസിൽ നമുക്ക് പരിചിതമല്ലാത്ത ടെംപ്ലേറ്റിൽ അവതരിപ്പിച്ചിരിക്കുന്നത് വളരെയധികം പുതുമയും ഒപ്പം തന്നെ ഒരു റിച്ച്നെസ് ഫീലും ഐഡന്റിറ്റിക്ക് സമ്മാനിക്കുന്നുണ്ട്. സിനിമയുടെ മറ്റൊരു പ്രധാന പോസിറ്റീവ് ഘടകം ഇതിന്റെ പശ്ചാത്തല സംഗീതമാണ്. സിനിമ ആരംഭിക്കുന്നത് മുതൽ അവസാനം വരെയും ആ ഒരു ത്രില്ലിംഗ് ഫീൽ സിനിമയിൽ നിലനിർത്തുന്നത് ജേക്സ് ബിജോയുടെ ബിജിഎം തന്നെ. അതുപോലെ തന്നെ അഖിൽ ജോർജിന്റെ ക്യാമറ വർക്കിനെ പറ്റി എടുത്തു തന്നെ പറയണം. ടിപ്പിക്കൽ മലയാളം സിനിമകളിൽ കാണാറുള്ള ക്യാമറ ആംഗിളുകളെക്കാൾ ഉപരി വളരെയധികം പുതുമയും ഒപ്പം തന്നെ വളരെയധികം വ്യത്യസ്തമായതുമായ ഒരു രീതിയിലാണ് ചിത്രത്തിന്റെ ക്യാമറ വർക്ക് ചെയ്തു വെച്ചിരിക്കുന്നത്. അതിന് ചേരുന്ന രീതിയിലുള്ള ചമൻ ചാക്കോയുടെ എഡിറ്റിംഗ് കൂടി സിനിമയ്ക്കുള്ളിൽ വന്നപ്പോൾ സംഭവം ഒരു ഇന്റർനാഷണൽ സിനിമകളുടെ ഫീൽ സമ്മാനിക്കുന്നുണ്ട്. അഖിൽ പോളും അനസ്കാനും ചേർന്ന് തന്നെയാണ് ചിത്രത്തിന്റെ കഥ, തിരക്കഥ, സംഭാഷണം എന്നിവയും ഒരുക്കിയിട്ടുള്ളത്. എന്താണ് എന്നറിയാനുള്ളൊരു ആകാംക്ഷ ഈ ഒരു തിരക്കഥയിൽ ഉടനീളം നമുക്ക് കാണാനാവും. ഒന്നിൽ നിന്നും അടുത്തതിലേക്ക് അവിടെ നേരിടുന്ന പുതിയ പ്രതിസന്ധികൾ എന്നത് ഭൂരിപക്ഷം സ്ഥലത്തും സിനിമയിൽ നല്ല രീതിയിൽ തന്നെ വർക്കായിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഐഡന്റിറ്റി ഒരു ഡീസന്റ് വാച്ച് മൂവിയായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ആണ് ഇവിടെ പ്രമേയമായി വരുന്നതും നമ്മൾ സിനിമ എടുക്കുന്ന സമയം ആരാണ് കുറ്റവാളി എന്ന യാത്ര തന്നെയാണ് തിരക്കഥയുടെ നെടുന്തൂണായി മാറുന്നതും. എനിക്ക് ഐഡന്റിറ്റി 100% വർക്കായ സിനിമ തന്നെ. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമ തിയേറ്ററിൽ തന്നെ കാണുക. കംപ്ലീറ്റ്ലി ഒരു തിയേറ്റർ മെറ്റീരിയൽ ആയിട്ട് തന്നെയാണ് ഐഡന്റിറ്റി അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. സിനിമ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.